എന്റെ അമ്മേ, ഇത്രയും ഡമ്മികൾ എന്തിനാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഇത്രയധികം ഡമ്മികൾ കണ്ടിട്ട് എന്റെ ടമ്മിയിൽ എന്തോ ഗുളുഗുളു ശബ്ദം കേൾക്കുന്നു. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ. ഈ ഡമ്മികളിൽ കീക്കോ പ്രാക്ടീസ് ചെയ്യുന്ന കിക്കിനെ 2 വാക്കിൽ പറയണമെങ്കിൽ ക്ലോസ് കിക്ക്. കീക്കോ, നിനക്ക് എല്ലാ തരത്തിലുള്ള കിക്കുകളും അറിയാമല്ലോ. അപ്പൊ പിന്നെ ഈ കിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ട്വിങ്കിൾ, ഇപ്പോൾ ഒരുപാട് ശത്രുക്കൾ ചേർന്ന് ഒരേ സമയം എന്നെ ആക്രമിക്കുകയാണെങ്കിൽ ആ സമയം എനിക്ക് ഇതുപോലൊരു കിക്ക് ഉപയോഗിച്ച് അവരെ വെല്ലുവിളിക്കാനും സാധിക്കും. അതായത് ഞാൻ ഈ ബേബി കോൺ കഴിച്ച് എന്റെ വയറ്റിന്റെ അകത്ത് ചാടിക്കിളക്കുന്ന എലികളെ വെല്ലുവിളിക്കുന്നത് പോലെ അല്ലേ? ഖതർനാക്, ദർദ്നാക്, ശർംനാക്. ഈ 3 പേരെയും കണ്ടാൽ തന്നെ അറിയാം ഡേഞ്ചറസ് ആണെന്ന്. മമ്മി, എന്തായാലും ഈ ജഡ്ബഡ് ജാസൂസ് ഈ 3 പേരെയും പിടിച്ചത് നന്നായി. അയ്യോ പേര്, ഇവർക്ക് 3 പേർക്ക് എന്താ ഇങ്ങനെ വിചിത്രമായ പേരുകള്? അവർക്ക് ഹിന്ദിക്കാരാടോ. ആ ഖതർനാകില്ലേ, അവന്റെ കയ്യില് ഏറ്റവും അപകടകരമായ ആയുധങ്ങളുള്ള ഒരു ഗോഡൌൺ ഉണ്ട്. അതുകൊണ്ടാണ് അവന്റെ പേര് ഖതർനാഗ് എന്നിട്ടിരിക്കുന്നത്. പിന്നെ ആ ദർദ്നാഗില്ലേ, അവന്റെ അടുത്ത് ഫൈറ്റേഴ്സിന്റെ വലിയൊരു ഗാങ് തന്നെയുണ്ട്. അവർക്ക് ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ അടിച്ചിടാൻ പറ്റും. മമ്മി, അയ്യോ, അപ്പൊ ഈ ശരംനാഗ് ആരാണ് സാറേ? ശരംനാഗിന്റെ കയ്യിലെ എന്തിനേയും നശിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാറുകളുണ്ട്. വലിയ വലിയ കാർ കമ്പനികൾ പോലും ഇവന്റെ കാറ് കണ്ട നാണിച്ചു പോവും. അയ്യോ, ഞാൻ നാണിക്കില്ല സാറേ. എന്റെ കാറിന്റെ 7 അയലത്ത് പോലും ഇതൊന്നും എത്തില്ല സാറേ, കേട്ടോ? അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് നിലാവെളിച്ചത്തിലാണ് ഞാൻ അവരെ പിന്തുടർന്നത്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, ഈ 3 പേരെയും വളരെയധികം കഷ്ടപ്പെട്ടാണ് സാറ് പിടിച്ചതെന്ന്. ഇവരെ നമുക്ക് വളരെ സേഫ് ആയിട്ട് വെക്കേണ്ടി വരും. ഡോണ്ട് വറി ജഡ്ബഡ് ജാസൂസ്, നമ്മൾ ഈ 3 പേരെയും സൺസിറ്റിയിലുള്ള ഏറ്റവും സേഫായ ജയിലിൽ എന്നേക്കുമായി തന്നെ തടവിലിട്ടിരിക്കും. അവിടെ നിന്ന് പക്ഷികൾക്ക് പോലും പറന്ന് രക്ഷപ്പെടാനാവില്ല. നിങ്ങൾ ഹട്ടർനാക്കിനെയും ധർദ്ധനാക്കിനെയും ഷർട്ട്നാക്കിനെയും ഒരു സേഫായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് മുൻപ് ഞാൻ അവരെ നിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കും. എലാൻ സിംഗ് ആണ് പറയുന്നത്. എലാൻ, ഇനി എന്റെ കയ്യിലായിരിക്കും സൺ സിറ്റിയിലെ പോലീസ്. മമ്മി, നമ്മൾ എന്താണ് ഇങ്ങനെ പുറകോട്ട് പോകുന്നത്? ഇനി എലാൻ സിംഗിന്റെ കയ്യിലായിരിക്കും സൺ സിറ്റിയുടെ കൺട്രോൾ. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ ഹൈവേയുടെ അടുത്തുനിന്നാ വരുന്നത്. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ വേഗം ഹൈവേയുടെ ഭാഗത്തേക്ക് പോ. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. നിങ്ങൾ മൂന്നുപേരും ആ വണ്ടി പോയിരിക്കെ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ദയവായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കീക്കോ, സൺ സിറ്റിയുടെ രക്ഷകൻ. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എലാൻ സിംഗാണ് ഞാൻ. എന്റെ കയ്യിലാണ് ഇന്ന് സൺ സിറ്റിയുടെ കൺട്രോൾ. അവര് 3 പേരോടൊപ്പം നീ സറണ്ടർ ആവണം. കീക്കോ, സറണ്ടർ ഞാനല്ല, മുഴുവൻ സൺ സിറ്റിയുമാണ് ചെയ്യാൻ പോകുന്നത്. അത് എന്റെ മുൻപേ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഞാൻ എങ്ങനെയാണ് സൺ സിറ്റി ആക്രമിക്കാൻ പോകുന്നതെന്ന്. ഇനി എന്റെ വഴിമുടക്കി ആര് വരുന്നോ അവൻ നേരെ ആശുപത്രിയിലേക്ക് പോകും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817 ഉപയോഗിച്ച് ഇവരുടെ ഫയറിംഗിന് മറുപടി കൊടുക്കാൻ പറ്റുമോ? അതിനെന്താ കീക്കോ, ഫോർമുല 817 ഉപയോഗിച്ച് നമുക്ക് ഇവർക്കുള്ള മറുപടി കല്ലുകൊണ്ട്, റോക്കറ്റ് കൊണ്ട് നൽകാൻ കഴിയും. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. എലാൻ സിംഗ് വളരെ വേഗത കൂടിയ വണ്ടിയാണ് ഓടിക്കുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 666. യെസ് ബ്രോ. കീക്കു, എലാൻ സിംഗ് അപ്രത്യക്ഷനായിരിക്കുന്നു. ഇനി നമ്മൾ അവനെ എവിടെ അന്വേഷിക്കുക? എലാൻ സിംഗിനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല, കാരണം അവൻ സ്വയം സൺസിറ്റിയിലേക്ക് വരും. സൺസിറ്റിയിലോ? പക്ഷേ എന്തിന്? എലാൻ സിംഗ്, നീ ഞങ്ങളെ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തത്. അതെ, പറയൂ. ഇതിനു പകരം ഞങ്ങൾ നിങ്ങൾക്കായി എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത്? ഒരു മിഷന് വേണ്ടി നിങ്ങൾ 3 പേരും എന്നെ സഹായിക്കണം. ആ മിഷൻ എന്ന് പറയുന്നത് സൺ സിറ്റിയെ പിടിച്ചടക്കലാണ്. സൺ സിറ്റിയെ പിടിച്ചടക്കാനോ? അതിനവിടെ പ്രത്യേകിച്ച് എന്തിരിക്കുന്നു? സൺ സിറ്റിയുടെ ഒരു പ്രത്യേകതരം ലൊക്കേഷനാണ്. സൺ സിറ്റി നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലും നമുക്ക് വിലസാം. അതുകൊണ്ട് നിങ്ങൾ 3 പേരുടെയും സഹായത്തോടെ നമ്മൾ ഒരു ഡേഞ്ചറസ് ഗ്യാങ് ഉണ്ടാക്കി സൺ സിറ്റിയെ ആക്രമിക്കും. പക്ഷേ കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളിടത്തോളം കാലം സൺ സിറ്റിയെ ഉപദ്രവിക്കുക എന്നത് അസാധ്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയാൽ കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ വിജയം എളുപ്പമാകും. അതിനുവേണ്ടി നമ്മൾ ഖത്തർനാഗിന്റെ എല്ലാ ഡേഞ്ചറസ് വെപ്പൺസും ശേഖരിച്ചുകൊണ്ട് അതോടൊപ്പം ശരംനാഥിന്റെ എന്തും നശിപ്പിക്കാൻ പോരുന്ന ഈ വണ്ടിയും ഒന്നിച്ചെടുക്കാം. എന്നാൽ ശരി, ഞാൻ എന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാങ്ങിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആൾക്കാരെ പലതരത്തിൽ അടിച്ചു വേദനിപ്പിച്ച് കൊല്ലുന്നതിൽ എന്റെ ഗ്യാങ് വളരെ ഫേമസ് ആണ്. ഇതാണ് സ്പിരിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വണ്ടികളും നിങ്ങളുടെ ആയുധങ്ങളും ഗ്യാങ്ങിനെയും വിളിച്ചു കൊണ്ടുവരൂ. നമ്മൾ സൺ സിറ്റി ആക്രമിച്ച് അതിനെ എന്നേക്കുമായി സ്വന്തമാക്കും. എലാൻ സിംഗ് ആണ് പറയുന്നത്. ഇനി സൺ സിറ്റിയുടെ കൺട്രോൾ എന്നേക്കുമായി ഞാൻ സ്വന്തമാക്കും.
ഈഷ്, കിക്കോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എലാൻ സിംഗിനെ മാത്രം പിടിച്ചാൽ മതി. ബാക്കി 3 പേരെയും ഡിറ്റക്റ്റീവ് ചട്പട്ട് പിടിച്ചോളും. ഇല്ല മേയർ അങ്കിൾ, ഇപ്രാവശ്യം അതത്ര എളുപ്പമായിരിക്കില്ല. കഴിഞ്ഞ തവണ ഖതർനാക്കിനെയും ധർനാക്കിനെയും ശരംനാക്കിനെയും അദ്ദേഹം പല പല സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയത്. പക്ഷെ ഇത്തവണ അവർ ഒരുമിച്ചാണ്. എനിക്ക് തോന്നുന്നത് എലാൻ സിംഗ് ഇവരെ ഒരുമിച്ച് കൂട്ടി ഒരു ടീം ഉണ്ടാക്കാണ്. നീ പറഞ്ഞ ശരിയാണ് കീക്കോ. മാത്രമല്ല യൂണിറ്റിയിലുള്ളത് അതിനെ 2 വാക്കിൽ പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അൾട്ടിമേറ്റിനെക്കാളും അൾട്ടിമേറ്റ്, വെരി വെരി അൾട്ടിമേറ്റ്. പക്ഷേ കീക്കോ, അവര് 3 പേരും ഒന്നിക്കുന്നതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കാരണം അവർ 3 പേർക്കും അവരുടേതായ ശക്തികളുണ്ട്. ദേ ഇതുപോലെ. ഖതർനാക്കിന്റെ കയ്യിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പല പല ആയുധങ്ങളുണ്ട്. അതേസമയം ശരംനാക്കിന്റെ കയ്യിൽ അയാളുടെ ഡിസ്ട്രോയർ വണ്ടികളുണ്ട്. ദർദ്നാഗിന്റെ കയ്യിലുള്ളത് ഒരുപാട് ഫൈറ്റേഴ്സും. ഇവരെല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ്. വെരി ഡേഞ്ചറസ്. മമ്മി, മമ്മി, സൺസിറ്റിയെ ഇവരെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. ഇത്തവണ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ടീം പോലെ ഏലാൻ സിംഗിനെ നേരിടാം. ടെമ്പോണ്ണ അവരുടെ വണ്ടികളുമായി ഏറ്റുമുട്ടാനുള്ള വണ്ടികൾ തയ്യാറാക്കിക്കോ. ചട്പട്ട് അങ്കിൾ, ആ വണ്ടികളിൽ വെപ്പൺസ് അറ്റാച്ച് ചെയ്യാൻ ടെമ്പോ എണ്ണയെ സഹായിക്കൂ. ട്വിങ്കിൾ ആൻഡ് ഡോഡോ, നിങ്ങൾ രണ്ടുപേരും CCTV ക്യാമറയുടെ മുമ്പിലിരുന്ന് അവരുടെ ഓരോ മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കണം. വരൂ സൂപ്പർ സ്പീഡോ, നമുക്കും കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്. യെസ് ബ്രോ, നാളെ എലാൻ സിംഗിന്റെ ടീമിനെ സൺസിറ്റിയിലെ ടീമായി നമ്മൾ തകർത്തിരിക്കും. ഫോർമുല 126 ഉപയോഗിച്ച് ഞാൻ സൺസിറ്റിയിൽ മുഴുവനും ലാൻഡ് മൈൻസ് കുഴിച്ചിട്ടിട്ടുണ്ട്. എലാൻ സിംഗിന്റെ വണ്ടികൾ ഈ മാർക്കിൽ എത്തിയാൽ ഉടനെ കുഴിയിലേക്ക് വീഴുന്നതായിരിക്കും. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. നൗ ഫോർമുല നമ്പർ 288. ഓക്കെ ബ്രോ. ഹലോ എവ്രിവൺ, ഈ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റും. മാത്രമല്ല ട്വിങ്കിളിന് ഏലാൻ സിംഗിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മളോട് പറയാനും കഴിയും. ട്വിങ്കിൾ, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കീക്കോ, നിന്റെ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണെന്ന് 2 വാക്കിൽ പറഞ്ഞാൽ ലൗഡ് ആൻഡ് ക്ലിയർ. എനിക്ക് തോന്നുന്നത് അവരിന്നൊരിക്കലും വരാൻ പോകുന്നില്ലെന്നാണ്. വരൂ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്കുറക്കം വരുന്നു. അയ്യോ അയ്യോ, ഉറക്കമല്ല സാറേ, നിങ്ങൾക്ക് പേടിയാണ്. ദേ മുമ്പോട്ട് നോക്ക്, അവര് എത്തി സാറേ. എന്റെ അമ്മേ, എന്ത് വലിയ സൈന്യാണ് വന്നിരിക്കുന്നത്. കീക്കോ, അവരുടെ ടീമിന് മുൻപിൽ നമ്മുടെ ടീം ചെറുതായി പോകുമോ? ടീം ചെറുതാണ്, പക്ഷെ ധൈര്യം അവരെക്കാളും വളരെ വലുതാ. നമ്മൾ ന്യായത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വിജയം നമ്മുടേതായിരിക്കും. ഏലാൻ സിംഗ്, ഞാൻ നിന്നോട് അവസാനമായി റിക്വസ്റ്റ് ചെയ്യാണ്, സൺസിറ്റിയെ അറ്റാക്ക് ചെയ്യാനുള്ള നിന്റെ നീക്കം ഉപേക്ഷിക്കൂ. കേക്കോ, നിന്റെ അവസാനത്തെ റിക്വസ്റ്റിനുള്ള മറുപടി ഞാൻ അവസാനത്തെ വാണിങ്ങിലൂടെ തരാൻ പോവുകയാണ്. പറ്റുന്നത്ര വേഗത്തിൽ നീ നിന്റെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് സൺസിറ്റി വിട്ട് എന്നേക്കുമായി ഓടിപ്പോ. നിങ്ങൾ എല്ലാവരും സൺസിറ്റി വിട്ടു പോകുവാനായി നിങ്ങൾക്കിതാ ഞാൻ ഇത്ര സമയം നൽകുന്നു. 5 എന്തഞ്ച്? 5 ആഴ്ചയോ അതോ 5 ദിവസോ? അല്ല, 5 സെക്കൻഡ്. അതാണെങ്കിൽ ഇപ്പൊ തന്നെ തീരുകയും ചെയ്തു. Attack!
കീക്കോ, സൺസിറ്റിയുടെ അകത്ത് ഒരുപാട് വണ്ടികൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുരന്തം. ഓക്കെ ട്വിങ്കിൾ, ഞാൻ നോക്കാം. സൂപ്പർ സ്പീഡോ, വേഗം സൺസിറ്റിക്ക് അകത്തേക്ക് പോയിക്കോ. സൂപ്പർ സ്പീഡോ, എനിക്ക് തോന്നുന്നു ഫോർമുല നമ്പർ 126 അപ്ലൈ ചെയ്യാനുള്ള സമയമായി ഇന്ന്. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 126. ടെമ്പോ അണ്ണാ, ഗോൾ പോസ്റ്റ് തുറന്നിട്ടുണ്ട്. ഇനി വേഗം ഗോൾ അടിക്കാൻ തുടങ്ങിക്കോ. അയ്യോ കീക്കോ, ഇനി നോക്കിക്കോ, ഞാൻ എങ്ങനത്തെ ഗോളാ അടിക്കാൻ പോകുന്നത്. എലാൻ സിംഗിന്റെ മുൻപിൽ നിന്റെയൊക്കെ സാമർത്ഥ്യം കാണിക്കുന്നു. ഇപ്പൊ കാണിച്ചു തരാം. ടെമ്പോ അണ്ണ, നിങ്ങളുടെ നേരെ ഒരു മിസൈൽ വരുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി നടത്തി ചാടൂ. കീക്കോ, നിന്റെ പുറകിലുള്ള റോഡിൽ 3 പേരും ചേർന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. താങ്ക് യു ട്വിങ്കിൾ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 37. ആക്ടിവേറ്റിംഗ് ഫോർമുല 37. ഇനി എനിക്ക് എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാണ് തോന്നുന്നത്. എലാൻ സിംഗ് ആണ് പറയുന്നത്. ഇനി എന്റെ കയ്യിലാണ് സൺസിറ്റിയുടെ കമാൻഡ്. ഒരു കാര്യം ചെയ്യാം കീക്കോ, ഇവമാരുമായി യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഭേദമാണ് നമ്മൾ രണ്ടുപേരും സിംഹങ്ങളെ പോലെ മത്സരിക്കുന്നത്. ജയിക്കുന്നത് ആരാണോ അവന്റേതായിരിക്കും സൺസിറ്റി. പറയൂ, എലാൻ സിംഗിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? കീക്കോ, അവൻ പറയുന്നൊന്നും കേൾക്കണ്ട. മാത്രമല്ല, നമ്മൾ അവന്റെ മുഴുവൻ ടീമിനെയും തോൽപ്പിച്ചു കഴിഞ്ഞു. ഡോണ്ട് വറി ട്വിങ്കിൾ, റൈറ്റ് റോങ്ങിന് മുൻപിൽ ഒരിക്കലും തോൽക്കില്ല. ഞാൻ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. അവനെ തോൽപ്പിക്കുകയും ചെയ്യും. എലാൻ സിംഗ് ആണ് പറയുന്നത്. എലാൻ, എന്റെ കയ്യിലായിരിക്കും ഇനി സൺസിറ്റിയുടെ കമാൻഡ്.
രസഗുലയും ജിലേബിയും ഉണ്ടാക്കുന്ന പഞ്ചാര വെള്ളത്തിൽ വീണ് സമൂസ നനഞ്ഞുപോയി. എന്തുവെച്ചാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്. മനസ്സിലായോ?